ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മളെ തറവാട്ടിലെ പുനഃപ്രതിഷ്ഠാ ദിനമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞാൻ പോകുമ്പോഴേക്കേ കുട്ടീസും എല്ലാവരും അവിടെ ഹാജരായിരുന്നു. ഒരു നല്ല കളിയും ചിരിയും ചുരുക്കി പറഞ്ഞൊരു ഹാപ്പി വൈബിലായിരുന്നു കുട്ടികൾ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. ചന്ദനക്കൂറിയാണ് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചന്ദനക്കൂറി തൊട്ടു. അത് കഴിഞ്ഞ് കുട്ടീസും എല്ലാവരും തൊട്ടു. പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചുമ്മാ വീട്ടുവിശേഷം പറഞ്ഞ ചെടികളൊക്കെ നോക്കി അവിടെ വെറുതെ ഇരുന്നു. ഇത് കഴിഞ്ഞ് തറവാട്ടിലെ എല്ലാ അംഗങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നല്ല അടുക്കളയിൽ നല്ല ബിസിയിലാണ്. ഉച്ചക്കത്തുള്ള ഫുഡാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ പൂജ കഴിയാറായപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്നു. ദേവീനെ ഒരു നോക്ക് കാണാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഭണ്ണാരത്തിൽ പൈസ ഇട്ട് പ്രാർത്ഥിച്ച് മഞ്ഞൾക്കുറി പ്രസാദമായിട്ട് എടുത്തു. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ തെയ്യങ്ങൾക്കും ഉത്സവങ്ങളിലും തറവാടുകളിലും ഈ മഞ്ഞൾക്കുറി തന്നെയാണ് പ്രസാദമായിട്ട് തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. നല്ല ചൂട് ചോറും സാമ്പാറും ഉപ്പേരിയും പച്ചടിയും അച്ചാറും പരിപ്പ് പ്രഥമനും അടങ്ങിയ ഒരു സദ്യയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ തറവാടിൻ്റെ അടുത്തുള്ള തേജസ്വിനി പുഴയുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി. 2 ദിവസം നല്ല മഴയായതുകൊണ്ട് നല്ല വെള്ളമായിരുന്നു പുഴയിൽ. അപ്പോൾ വെള്ളം കരയിലേക്ക് മൊത്തം കയറിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ നല്ല കലങ്ങിയ വെള്ളമായിരുന്നു. അപ്പോൾ കുട്ടീസും എല്ലാവരും കുറേ സമയം അങ്ങനെ പുഴയിൽ കളിച്ചു. കാശിക്കുട്ടന് നല്ല പുഴയിലിറങ്ങാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് സെറ്റായി കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം അവിടുത്തെ കാഴ്ചയും തോണിയും എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. താങ്ക് യു.